കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തീർക്കുക. എന്തിനു വേണ്ടി? റമദാൻ പരിപൂർണമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കപ്പെടാൻ വേണ്ടി. കാരണം ഒരാൾക്ക് നമ്മൾ കൊടുക്കാനുള്ള ഒരു 10,000 രൂപ, അതിന്റെ പേരിൽ നമ്മുടെ അമലുകൾക്ക് സ്വീകാര്യത കുറയരുത്. അതുകൊണ്ടാണ്. ഇനി കടം കൊടുക്കാൻ തിരിച്ചില്ലേ, അദ്ദേഹത്തെ കണ്ടിട്ട് പറയാം, റമദാൻ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചുതരാം. അങ്ങനെ അതാണ് മാന്യത. അല്ലാതെ അദ്ദേഹം ഫോൺ വിളിച്ചെടുക്കാതിരിക്കുക, മുങ്ങി നടക്കാതല്ല. അവരുമായിട്ടുള്ള ബാധ്യതകൾ വിട്ട്, കുടുംബക്കാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പിണക്കങ്ങളോ ഉണ്ടോ, പോയി കണ്ടിട്ട് പൊരുത്തപ്പെടിക്കണം, ബന്ധങ്ങൾ പുതുക്കൻ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സിലൂ അർഹാമകും വലൂ ബിസ്സലാം, സിലൂ അർഹാമകും വലൂ ബിസ്സലാം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഒരു സലാം പറയലുണ്ടെങ്കിലും നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങൾ ചേർക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ ആളുകൾ ഇന്ന് ബന്ധങ്ങൾ വിച്ഛേദിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരാണ്. ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ 2 ധ്രുവങ്ങളിലാണ്. കിടക്കയിൽ തന്നെ മാറിക്കിടക്കുകയാണ്. സ്വന്തം കുടുംബങ്ങൾ തന്നെ ശൈഥല്യമാണ്. ആരാണിത് പഠിപ്പിച്ചത്? പരിശുദ്ധ പ്രവാചകരുടേതാകുന്ന തിരിച്ചറിയാണോ? വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ 1 മാസം റാഹത്തായി കുടുംബജീവിതം നയിക്കുന്നതാകുന്ന ആളുകൾ 2-3 മാസം കഴിയുമ്പോൾ അവർക്കിടയിൽ ഒരു കുട്ടി കടന്നു വരുമ്പോൾ 2 പേരും കിടക്കയിൽ തിരിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. പിന്നീട് 2 കട്ടിലിട്ടുകൊണ്ട് ഒരേ റൂമിൽ തന്നെ മാറിക്കിടക്കുന്ന അവസ്ഥയാണ്. വർഷങ്ങൾ കഴിയേണ്ടതില്ല. ഭർത്താവ് മറ്റൊരു റൂമിൽ, ഭാര്യ മറ്റൊരു റൂമിലൂടെ കിടക്കുക. ആരാണ് പഠിപ്പിച്ചത്? സഹോദര സഹോദരി, 2 പേർക്കും ഇടയിലുള്ള സ്നേഹബന്ധങ്ങൾക്ക് വിള്ളൽ വരികയല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമെന്ന് പഠിക്കണേ ചെറുപ്പക്കാരാ. പരിശുദ്ധ പ്രവാചകന്റെ ജീവിതമെന്ന് പഠിക്കണേ പെങ്ങളെ. വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതാകുന്ന സർവരും, ആ ജീവിതത്തിലൂടെ കഴിഞ്ഞു പോകുന്നതാകുന്ന മുഴുവൻ സഹോദര സഹോദരിമാരും പഠിച്ചു വെക്കേണ്ടതാകുന്ന ജീവിതമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംശുദ്ധമായ ജീവിതം. 63 വയസ്സ് വരെ പ്രവാചകർ ജീവിച്ചുവല്ലോ. 23 വർഷക്കാലം പരിശുദ്ധമായ ദീനി പ്രബോധന മേഖലയിൽ അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ ജീവിതം നയിച്ച വ്യക്തിത്വമാണ്. തന്റെ 25ാമത്തെ വയസ്സിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്തതായ പരിശുദ്ധ പ്രവാചകർ 63ാമത്തെ വയസ്സിൽ തന്റെ രോഗശയ്യയിൽ കിടക്കുന്ന വേളയിൽ പരിശുദ്ധമാക്കപ്പെട്ടതായ റബീഉൽ അവ്വലിന്റെ പിറ വരുന്നതിന് മുമ്പ് തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യമാരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ അനുവാദം നൽകിയാൽ എന്റെ അവസാനം ഞാൻ കാഴ്ചവെക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ജീവിച്ചു തീർക്കാൻ ഉദ്ദേശിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടതാകുന്ന ആയിഷയോടൊപ്പമാണ്. എല്ലാ ഭാര്യമാരും അനുവാദം കൊടുക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടൊപ്പം റസൂലുള്ള സന്തോഷമുള്ള ജീവിതം നയിക്കുകയാണ്. എല്ലാ ഭാര്യമാർക്കും ഊഴം നിശ്ചയിച്ചു കൊടുത്തിരുന്ന പ്രവാചകൻ തന്റെ അവസാനത്തെ ഘട്ടം കടന്നു വന്നപ്പോ മറ്റുള്ള ഭാര്യമാരോട് അനുവാദം ചോദിക്കുകയാണ്. എത്ര വലിയ മാന്യതയാണ് കുടുംബ ജീവിതത്തിൽ റസൂലുള്ള കാണിക്കുന്നത്, വൈവാഹിക ജീവിതത്തിൽ ലോകത്തിന് പഠിപ്പിക്കുന്നത്. തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ അനുവാദമില്ലാതെ പോയാലും അള്ളാഹുവിന്റെ കോടതിയിൽ ഒരു ഹിസാബും റസൂലുള്ളാഹിക്ക് നേരിടേണ്ടി വരികയില്ല. കാരണം അത്രമേൽ കൃത്യമായി വൈവാഹിക ജീവിതം അടയാളപ്പെടുത്തിയ വ്യക്തിയാണ്. എന്നിട്ട് പോലും പരിശുദ്ധ പ്രവാചകൻ അനുവാദം ചോദിക്കുകയാണ്. കാരണം കടമയും കർത്തവ്യവും പരിപൂർണമായി പൂർത്തീകരിക്കുകയാണ്. നാളെ ഇതിന്റെ പേരിൽ ഖബറിൽ മുഹമ്മദിനെ ചോദ്യം ചെയ്യപ്പെടരുത്. ഇതിന്റെ പേരിൽ നാളെ ഹിസാബിടപ്പെടരുത്. ഇതിന്റെ പേരിൽ നാളെ മഖാമു മഹ്മൂദ് തടയപ്പെടരുത്. ഇതിന്റെ പേരിൽ ശഫാഅത്തേക്ക് ഉപേക്ഷിക്കപ്പെടരുത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യമാരോട് ആ കടമ ചോദിക്കുകയാണ്, കർത്തവ്യം നിർവഹിക്കുകയാണ്. എല്ലാവരും പരിപൂർണമായി സമ്മതം മൂടി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എനിക്ക് വല്ലാത്ത സന്തോഷമാണ്, എനിക്ക് വല്ലാത്ത ആനന്ദമാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലിനെയാണ് എന്റെ ജീവിത സഖിയായി കിട്ടിയിട്ടുള്ളത്. ആ പ്രവാചകരോടൊപ്പമുള്ള അവസാനത്തെ നിമിഷമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടൊപ്പമുള്ളതാകുന്ന ജീവിതം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങളുമായുള്ള ജീവിതം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, എത്ര വലിയ സന്തോഷകരമാണ് ഞങ്ങൾക്കിടയിലുണ്ടായി തീർന്നിട്ടുള്ളത്. അവസാനമാ പരിശുദ്ധ പ്രവാചകൻ എന്റെ നെഞ്ചിന്റെയും എന്റെ തുടയുടെയും ഇടയിൽ എന്റെ മടിത്തട്ടിൽ തലവെച്ച് കടന്നുകൊണ്ടാണ് വഫാത്തായത്. എത്ര വലിയ വാക്കാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണമെങ്കിൽ പരിശുദ്ധമായ മദീന പള്ളിയിൽ മിമ്പറിൽ ചാരി വെച്ചുകൊണ്ട് തല ചാരിച്ചു വെച്ചുകൊണ്ട് മരണപ്പെടാം. പരിശുദ്ധമാക്കപ്പെട്ടതായ റൗളയിൽ അല്ലാഹുവിന്റെ റസൂലിന് വേണമെങ്കിൽ വഫാത്താകാം. പരിശുദ്ധ പ്രവാചകൻ വഫാത്തായി തിരഞ്ഞെടുത്തതാകുന്ന സ്ഥലം ഏതൊരു സ്ഥലമാണ് പെങ്ങളെ? പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ. ഒരു ചെറിയ പ്രശ്നത്തിന്റെ മേലെ ഭാര്യയും ഭർത്താവും പിണങ്ങി ജീവിക്കുന്നതാകുന്ന സമൂഹം. കരുനാഗപ്പള്ളിയിലെ എത്ര കേസുകളാണ് ഇന്നും മഹല്ലത്തുകൾ കെട്ടിക്കിടക്കുന്നത്. എത്രയോ മഹല്ലത്തുകളിൽ പ്രശ്നങ്ങളാണ്. ഒരു ചെറിയ വിഷയമുണ്ടാകുമ്പോ ഭാര്യയും ഭർത്താവും പിണക്കം വെക്കുന്നതായ ആളുകൾ. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. 25-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ച പ്രവാചകൻ നീണ്ടതാകുന്ന വർഷങ്ങൾക്ക് അവസാനം 63-ാമത്തെ വയസ്സിൽ വഫാത്താകുന്ന സമയത്ത് തന്റെ റൂഹ് അസ്റായീൽ അലൈഹിസ്സലാം അനുവാദം ചോദിച്ചുകൊണ്ട് പിടിക്കുന്ന വേളയിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ട് കടന്ന് ലോകത്തിന് മുഴുവനും വലിയതാകുന്ന വൈവാഹിക ജീവിതത്തിന്റെ മകുടോദാഹരണം തീർത്തതായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് സാധിക്കുമോ മുസ്ലിമേ? നമുക്ക് സാധിക്കുമോ പെങ്ങളെ? നമുക്കതിനു വേണ്ടി കഴിയണം. നമ്മുടെ കുടുംബ ജീവിതം അത്തരത്തിലായി മാറണം. വൈവാഹിക ജീവിതത്തിലൂടെയുള്ളൂ കുടുംബ ജീവിതത്തിലേക്ക് കടക്കുകയുള്ളൂ. നിന്റെ ജീവിതത്തിന്റെ സംശുദ്ധത അവിടെ മുതൽ കടന്നു വരൽ അനിവാര്യമാണ്. ഇന്ന് നമ്മൾ പലരും മോശപ്പെട്ടതാകുന്ന ശൈലിയാണ്. വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ആർഭാടങ്ങൾ കടന്നുകൊണ്ടുവരികയാണ്, ധൂർത്തും ദുർവ്യവും കടന്നുകൊണ്ടുവരികയാണ്. ആഭാസങ്ങൾ നിറഞ്ഞതാകുന്ന വിവാഹങ്ങളായി നമ്മുടെ വിവാഹങ്ങൾ മാറിയിരിക്കുകയാണ്. എന്റെ മകന്റെ കല്യാണം നാടൊട്ടുക്കറിയുന്ന വിധത്തിലുണ്ടാവണം. എനിക്കൊരേ ഒരു മകളേ ഉള്ളൂ. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ സമ്പന്നനാണെന്ന് ഞാൻ ഈ സമൂഹത്തിൽ അറിയപ്പെടണം. അതിനെന്റെ മകളുടെ കല്യാണം കാരണമാകണം. അതിന് ഏറ്റവും വില കൂടിയതാകുന്ന ഓഡിറ്റോറിയം, ദിവസത്തിന് മണിക്കൂറിന് പറയുന്നതാകുന്ന സ്ഥലം ബുക്ക് ചെയ്യണം. ആരാണ് മുസ്ലിമേ നിനക്ക് പണം നൽകിയത്? ആരാണ് നിനക്ക് അധികാരത്തിന് പരമോന്നത പദവി നൽകിയത്? ഒരു കാലഘട്ടത്തിൽ മുച്ചക്ര വാഹനം ഓട്ടിക്കൊണ്ട് ഈ കരുനാഗപ്പള്ളിയിലൂടെ നടന്നവനല്ലയോ ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പണത്തിന്റെ പളവളപ്പ് നിന്റെ കൈകളിലേക്ക് നൽകിയപ്പോ ആ അല്ലാഹുവിനെ മറക്കുകയാണോ? ജഗന്നിയന്താവിനെ മറക്കുകയാണോ? മകന്റെയും മക്കളുടെയും കല്യാണം നാട്ടുകാരെയും പണക്കാരെയും ധനികരെയും വിളിച്ചു വരുത്തിയിട്ട് പാവപ്പെട്ടതാകുന്ന ഉലമാക്കളെ, പാവപ്പെട്ടതാകുന്ന പട്ടിണി പാവങ്ങളെ, നാട്ടിലുള്ളതാകുന്ന സജ്ജനങ്ങളെ, സ്വാലിഹീങ്ങളാകുന്ന ആളുകളെ കല്യാണത്തിന് ക്ഷണിക്കാതെ ആർഭാടം നടത്തുന്ന മുസ്ലിമേ, ഉത്തരങ്ങൾ ഉണ്ടാക്കുന്ന മുസ്ലിമേ, ഗാനമേള ട്രൂപ്പുകൾ സംഘടിപ്പിക്കുന്ന മുസ്ലിമേ, അർദ്ധനഗ്നയാകുന്ന സ്ത്രീകളെ കൊണ്ടുവന്ന് വേശ്യാവൃത്തി പോലെ ഉള്ളതാകുന്ന ഡാൻസ് പ്രോഗ്രാമുകൾ നടത്തി ജനങ്ങളെ പുറം കൊള്ളിക്കുന്നതാകുന്ന യുവാക്കളെ, പഠിച്ചു വെക്കണേ. ഹിസാബിടുകയില്ലയോ? ആഖിറത്തിൽ വലിയതാകുന്ന ഹിസാബല്ലയോ? എന്തുകൊണ്ടാണ് കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്നത്? വൈവാഹിക ജീവിതം ശാശ്വതമാകാത്തത് എന്തുകൊണ്ടാണ്? ആഖിറത്തിലേക്ക് മക്കൾ ഉപയോഗപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ഖബറിനരികിൽ നിന്നുകൊണ്ട് അസ്സലാമു അലൈക്കും പറയാൻ, അസ്സലാമു അലൈക്കും യാ അബീ, അസ്സലാമു അലൈക്കും യാ ഉമ്മീ, വാപ്പാ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മക്കൾ വന്നുകൊണ്ട് ഖബറിൽ സലാം പറയാത്തത് എന്താണ്? വാപ്പയുടെയും ഉമ്മയുടെയും വിവാഹം ഒരു കാലഘട്ടത്തിൽ കരുനാഗപ്പള്ളിയെ പുളകം പൊടിയിച്ച കല്യാണമാണ്, വലിയ കല്യാണമാണ്. ഓഡിറ്റോറിയങ്ങൾ ഉണ്ടായിട്ട് പോലും അതിൽ കേവലം 20,000-ഓ 50,000-ഓ വാടക കൊടുത്താൽ കിട്ടുന്ന ഓഡിറ്റോറിയങ്ങൾ ഉണ്ടായിട്ട് പോലും പ്രവിശാലമായ ഓഡിറ്റോറിയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നാട്ടിൽ വലിയതാകുന്ന പന്തലിടുകയാണ്. ആ പന്തലിൽ വലിയതാകുന്ന മന്താപ്പുകൾ ഉണ്ടാക്കുകയാണ്, വലിയതാകുന്ന ആർഭാട സൗകര്യങ്ങൾ ഉണ്ടാക്കുകയാണ്. തന്റെ മുറ്റം നിറയെ വലിയ പന്തലിടുകയാണ്. കോടികൾ വിലമതിക്കുന്നതാകുന്ന ആർഭാടങ്ങൾ കൊണ്ടുവന്ന് തൂർത്തടിക്കുകയാണ്. എത്രയോ ഭക്ഷണങ്ങളാണ് കുഴിച്ചു മൂടുന്നത്. തൊട്ടപ്പുറത്ത് നിന്റെ അയൽവാസിയാകുന്ന അന്യമതത്തിൽപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ പട്ടിണി കിടക്കുന്നുണ്ട് എങ്കിൽ വയറ് നിറച്ചു ഉണ്ണുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി
ഇതെല്ലാം സദസ്സുകൾ കിട്ടുമ്പോ, രാഷ്ട്രീയത്തിന്റെ ആകട്ടെ സമുദായത്തിന്റെ ആകട്ടെ സദസ്സുകൾ കിട്ടുമ്പോ കേറി നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ആളുകൾ സ്വന്തം ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ അത്തരത്തിലുള്ളതാകുന്ന സമുദായത്തിന്റെ നേതൃത്വം വലിയ വലിയതാകുന്ന ആത്മീയതാകുന്ന പ്രഭയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ തൊപ്പിവെച്ചുകൊണ്ട് നെറ്റിയിൽ തഴമ്പുള്ളതാകുന്ന ആളുകൾ അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാതെ കുഫ്രിയത്തിന്റെ അഹ്ലുകാരുമായി ചങ്ങാത്തം പുൽകിക്കൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്ന മുസ്ലിമീങ്ങളായി മാറിയില്ലയോ? നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ ഹിസാബിടപ്പെടുകയാണ്. മക്കൾ വഴിവിഴയ്ക്കുകയാണ്. വാപ്പ വിളിച്ചാൽ തിരിഞ്ഞു നോക്കാത്ത മക്കൾ ഈ ദുനിയാവിൽ പ്രയോജനപ്പെടുന്നില്ല, ഖബറിന്റെ സമീപത്തേക്ക് വരുന്നില്ല, ആഖിറത്തിലും പ്രയോജനവുമില്ല. സമ്പത്ത് മാത്രം മക്കൾ കൊണ്ടുപോവുകയാണ്, വാപ്പയുടെ സമ്പത്ത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കൊണ്ടുപോവുകയാ. ഞാൻ അതുകൊണ്ട് തന്നെ സ്നേഹത്തോടുകൂടി പറയുന്നു, വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ വളരെയേറെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണേ. മോശപ്പെട്ട ആർഭാടങ്ങൾ കുറയ്ക്കണേ. എന്തേ മുസ്ലിമെ പള്ളി നമ്മൾ തെരഞ്ഞെടുക്കാത്തത്? വെള്ളിയാഴ്ച ദിവസം എന്തുകൊണ്ടാണ് നിക്കാഹിനെ തെരഞ്ഞെടുക്കാത്തത്? അൽഹംദുലില്ലാഹ്, 100 കണക്കിന് ആളുകൾക്ക് മാറ്റമുണ്ടായിട്ടുണ്ട്. ഈ കരുനാഗപ്പള്ളിയിലെ സെൻട്രൽ പള്ളിയിലെ മെമ്പറിൽ വെച്ചുകൊണ്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 100 കണക്കിന് വിശ്വാസികൾ വെള്ളിയാഴ്ച ദിവസം തന്റെ പ്രിയപ്പെട്ട മക്കളുടെ വിവാഹം റാഹത്തായി നടത്തുന്നവരുണ്ടായിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഐശ്വര്യം കൊടുക്കണേ അല്ലാഹ്. അന്യ സമുദായത്തിലെ ആളുകൾ വലിയ സംഭവമായി കാണിക്കുന്നതാകുന്ന ആഴ്ചകളിൽ, അത്തരത്തിലുള്ള ദിവസങ്ങളിൽ, അവരുടേതാകുന്ന പ്രോഗ്രാമുകൾ ചാർട്ട് ചെയ്യുന്നതാകുന്ന ദിവസങ്ങളിൽ തന്റെ പ്രിയപ്പെട്ട മക്കളുടെ വിവാഹം നടത്താൻ വേണ്ടി തുനിയുന്നവരെ, പള്ളി മാറ്റിയിട്ട് കമ്പോളം തിരഞ്ഞെടുക്കുന്നവരെ, അള്ളാഹുവിന് ദേഷ്യമുള്ള സ്ഥലമല്ലയോ പള്ളിയിലെ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനം. എങ്ങനെയാണ് ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുക? നിന്റെ കുടുംബ ജീവിതത്തിന്റെ തുടക്കമാകുന്ന നിന്റെ വാപ്പയുടെയും ഉമ്മയുടെയും കല്യാണത്തിന്റെ തുടക്കം തന്നെ ഹറാമാണ്, ഹറാമാണ്. അതുകൊണ്ട് തന്നെ അവിടെ മുതൽക്കൊന്ന് ശ്രദ്ധിക്കണേ. വൈവാഹിക ജീവിതം റാഹത്താകുമേ, റാഹത്താകുമേ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾക്ക് എന്താ ആമീൻ പറയാത്ത? അല്ലാഹു തൗഫീഖ് തരട്ടെ. പിടങ്ങി നിൽക്കുന്നതാകുന്ന ഭാര്യ ഭർത്താക്കന്മാർ, ഭാര്യ അങ്ങോട്ട് കയറിയിട്ട് അസ്സലാമു അലൈക്കും പറയണം. എന്തിനാ മടിക്കുന്നത്? അങ്ങനെ പറയണം. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയല്ലേ പഠിപ്പിച്ചത്? പ്രവാചകന്റെ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതം പരിശോധിച്ചു നോക്ക്. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ അടക്കമുള്ളതാകുന്ന മഹിളകളുടെ ജീവിതം പരിശോധിച്ചു നോക്ക്. അങ്ങനെയല്ലേ അവർ ജീവിതശൈലി ഉണ്ടായിരുന്നത്. ആ ബക്കറ്റ് ഒന്ന് കൊണ്ടുവന്നോളി, ബക്കറ്റ് എല്ലാരും വന്നില്ലേ? റാഹത്തായില്ലേ? ഇനിയിപ്പോ ബക്കറ്റ് നിങ്ങളൊക്കെ ഒന്ന് വരാൻ വേണ്ടി കാത്തിരുന്നു. അല്ലാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കട്ടെ. ആ ഫാന് സ്വല്പം നമ്മുടെ തിരിച്ചു വെച്ചു. സലീം സാഹിബ് ഫാൻ മൂപ്പർക്ക് മാത്രം ഇട്ട് വെച്ചേക്കും. റാഹത്തായിട്ട് എൻ്റെ ഉറങ്ങായിരുന്നു. അത്രയും കൂട്ടുണ്ട്, തിരിച്ചാൽ മതി. കൊണ്ടുപോകാൻ വേണ്ടേ? അല്ലാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കുമാറാവട്ടെ. 10:30 ദ്വാരക്കണം. വേണ്ട, അരമണിക്കൂർ കൂടെ പറയണ്ടേ? 11 മണിയാകുമ്പോൾ നമ്മൾ നിർത്താന്നല്ലേ പറഞ്ഞില്ലേ? പള്ളി അങ്ങനെ പറഞ്ഞില്ലായിരുന്നു? പറഞ്ഞായിരുന്നു. ജുമായിക്ക് വന്നവരെന്ന് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ എത്ര പേരുണ്ടോ? കണ്ടാ, ജുമായിക്ക് പറയുന്നതാണ് റാഹത്ത്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മാഷാ അല്ലാഹ്. ആ ബക്കറ്റ് എല്ലാവരും ഒന്ന് കാര്യക്ഷമമാക്കും. അവരുടെ നിയ്യത്ത് നല്ല. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഒരു സാധു പെൺകുട്ടിയുടെ വിവാഹം ഇൻഷാ അല്ലാഹ് നടത്തും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറയിൻ. ഇങ്ങനെന്താ ഒരു ആമീന് കുറവ് പോലെ? കരുനാഗപ്പള്ളിക്കാർക്ക് അങ്ങനെ വന്നാൽ പോരല്ലോ, ഉറക്കെ പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നല്ല നിയ്യത്തിൽ നിങ്ങൾ സംഭാവന നൽകി. അല്ലാഹു നമ്മുടെ സംഭാവനകൾ സ്വീകരിക്കട്ടെ. അല്ലാഹു ഞങ്ങളുടെ സദഖ നീ ഖബൂലാക്കണേ അല്ലാഹ്. നിയ്യത്തുകൾ നീ സാധൂകരിക്കണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലോപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയായി സദഖയെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നീ കഴിയുന്നില്ല. ഒരു അരമണിക്കൂർ കൂടെ പറഞ്ഞു വരാം ഇൻഷാ അല്ലാഹ്. ഇരിക്കൂലേ നിങ്ങൾ? ഇൻഷാ അല്ലാഹ്.
ആചാര്യർക്ക് പോണമെന്നുണ്ടോ? സലീമാജി പുറത്ത് ഇല്ല, നിങ്ങളെ 7 മണിക്ക് വന്നെന്ന് തോന്നുന്നുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ശ്രദ്ധിക്കും. അപ്പൊ വൈവാഹിക ജീവിതം മുതൽ ശരിയാക്കണം. പലപ്പോഴും ഈ ബന്ധങ്ങളൊക്കെ പാളിപ്പോകാൻ കാരണം നമ്മുടെ തുടക്കമാണ്. അങ്ങനെയാണ് വിവാഹത്തിന്റെ തുടക്കം. അത് ഏത് ദിവസമായിരുന്നു? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ നിങ്ങളുടെയൊക്കെ വിവാഹത്തിന്റെ ദിവസം? അറബി ഡേറ്റ് ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? അറബി ഡേറ്റ് ആരും ശ്രദ്ധിക്കാറില്ല. വാപ്പ മരിക്കുമ്പോ, ഉമ്മ മരിക്കുമ്പോ, അല്ലെങ്കിൽ മക്കളുടേതാകുന്ന ജനനം, ഇതൊക്കെ അറബി ഡേറ്റ് ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇതിലൊക്കെ കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ 12 അല്ലേ? അതറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? മലയാളം അറിഞ്ഞില്ലേലും മറ്റുള്ള ഇംഗ്ലീഷ് ഡേറ്റ് അറിഞ്ഞില്ലേലും നമ്മൾ അതറിയും. അങ്ങനെയാണ് വേണ്ടത്. മോമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അവൻ അറബി നോക്കുന്നതിൽ പ്രത്യേക ഒരു പ്രാധാന്യം കൽപ്പിക്കണം. അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മളിൽ പലരും ആ വിഷയത്തിൽ അശ്രദ്ധരാണ്. വിവാഹത്തിന്റെ വാർഷികം അല്ലെങ്കിൽ മക്കളുടേതാകുന്ന ബർത്ത്ഡേ ഒക്കെ നമ്മൾ ഡേറ്റ് കുറിക്കുന്നതൊക്കെ എങ്ങനെയാണ്? ഇംഗ്ലീഷ് ഡേറ്റ് കുറിച്ചിട്ടാണ്. അത് പാശ്ചാത്യരുടെ രീതിയല്ലേ, നമ്മുടെ രീതി അതല്ലല്ലോ. മോമിനായ മനുഷ്യരെ അറബി ഒന്ന് പ്രത്യേകം ഗൗനിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നി അറബിയ്യുൻ, ഞാൻ അറബി ഇഷ്ടപ്പെടാൻ കാരണം എന്താ? കാരണം ഞാൻ അറബിയാണ്. മറ്റൊന്ന് വിശുദ്ധമായ ഖുർആനിന്റെ ഭാഷ, വലുഗത്തുൽ ഖുർആനി അറബിയ്യുൻ, ഖുർആനിന്റെ ഭാഷ എന്താണ്? അറബിയാണ്. വലുഗത്തു അഹ്ലിൽ ജന്നത്തി അറബിയ്യുൻ, സ്വർഗ്ഗത്തിലെ സ്വർഗാവകാശികളുടെ ഭാഷയും അറബിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വർഗാവകാശികളുടെ ഭാഷ. അപ്പൊ അല്ലാഹു പടച്ചവനെ അറബി പഠിക്കണമല്ലോ ഉസ്താദെ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ന് കരുതണ്ട. ഈ ഇരിക്കുന്ന എല്ലാവർക്കും അറബി പറയാൻ പറ്റും സ്വർഗത്തിൽ പോയി. അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്വർഗത്തിലെത്തിയാൽ അറബി ഓട്ടോമാറ്റിക്കായിട്ട് വരും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? വലിസാനു വലുഗത്തു അഹ്ലുൽ ജന്നത്തി അറബിയ്യുൻ, സ്വർഗാവകാശികളുടെ ഭാഷ അറബിയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് തന്നെ അറബി നമ്മൾ സ്നേഹിക്കണം, ആ ഭാഷയെ സ്നേഹിക്കണം. കാരണം ഖുർആൻ വിശുദ്ധമായ റമദാനിലാണ് ഇറക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെടണം, ആ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നിലകൊള്ളണം. ഞാൻ അതിലേക്ക് വരാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏതായിരുന്നാലും ബന്ധങ്ങൾ റമദാന് മുമ്പൊന്ന് കൂട്ടി യോജിപ്പിക്കണം. അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പിണക്കാണെങ്കിൽ അതൊന്ന് മാറ്റാൻ ശ്രമിക്കണം. അതിങ്ങനെ മിണ്ടാതെ പോണ്ട. പിണക്കമില്ലാത്തതാകുന്ന കുടുംബ ബന്ധങ്ങളില്ല, അത് മനസ്സിലായിക്കും. ആദ്യം തന്നെ മനസ്സിലായി. വൈവാഹിക ജീവിതത്തിൽ എപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരിക്കൽ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്, എന്താ നിങ്ങൾക്കൊരു അനക്കമില്ലാത്ത? ഞാൻ വേഗം നിർത്തും. ഈ അങ്ങനെയൊക്കെ ഉണ്ട്, ചില പ്രത്യേക നിർബന്ധമുണ്ട്. ഒന്നാമത് ഈ മലബാറിൽ പോയി പറഞ്ഞു വന്നിട്ട് പിന്നെ ഇവിടെ വരുമ്പോൾ ഈ റളിയല്ലാഹു അൻഹു ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഉറക്കെ പറ, സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ ചാരത്ത് ഒരു പരാതി പറയാൻ വേണ്ടി തന്റെ ഭാര്യയെക്കുറിച്ച്, ഭാര്യയുടെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച്, ഭാര്യയുടെ ഒച്ചപ്പാടിനെ കുറിച്ചൊക്കെ പരാതി പറയാൻ വേണ്ടി ഒരു മനുഷ്യൻ വരികയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടുമുറ്റത്തേക്ക് കടന്നു വന്നപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് എന്തോ ഒന്ന് പരുഷമായി സംസാരിക്കുന്നത് കേട്ടു. ചീത്തയൊന്നും അല്ല, ചെറിയ ഒച്ച ഉയർത്തി സംസാരിക്കുന്നത് കേട്ടു. അപ്പൊ ഈ വന്ന ആള് പതുക്കെ വീട്ടുമുറ്റത്ത് വന്ന് പതുക്കെ റിവേഴ്സ് ഗിയർ ഇട്ടു. ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ഇങ്ങോട്ട് കർണം മാറ്റിയിട്ട് ചോദിച്ചു, ആരാടോ? അപ്പൊ ഇയാള് പറഞ്ഞു, ഞാനാണ്. എന്താ വിഷയം? എന്താ? അമീറുൽ മുഅ്മിനീനാണ്, ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ഖലീഫയാണ്. ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? ഇവിടെ ഉള്ള അത്ര പ്രശ്നമൊന്നും നമ്മുടെ വീട്ടിലില്ല. ഞാനൊരു പ്രശ്നം പറയാൻ വേണ്ടി വന്നതാണ്, പക്ഷെ വന്നു നോക്കുമ്പോഴത്തേക്കും അതിനേക്കാൾ വലിയ വിഷയം ഇവിടെയാണെന്നാ തോന്നുന്നത്. കുഴപ്പമില്ല, ഞാൻ പൊയ്ക്കോളാന്ന് പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു കാര്യം പിടികിട്ടി. കാരണം ഈ ഭാര്യ ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത് കേട്ടിട്ടാണ് ഇവരിങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലായി. ഉമർ റളിയല്ലാഹു അൻഹു അവനെ അടുത്തോട്ട് വിളിച്ചു. എന്നിട്ട് ഭാര്യ കേൾക്കാതെ, തന്റെ ഭാര്യ കേൾക്കാതെ പതുക്കെ അവന്റെ കാതിൽ മന്ത്രിച്ചു എന്നാണ്. അവരോട് ചോദിച്ചു, നിന്റെ ഭാര്യയാണോ നിനക്ക് വസ്ത്രവും നിന്റെ ഭക്ഷണവും ഒക്കെ കൈകാര്യം ചെയ്യുന്നത്? വസ്ത്രം അലക്കി തരുന്നത് അവരാണോ? അതെ. നിന്റെ മക്കളുടെ വസ്ത്രം അലക്കി തരുന്നത്? അതെ. അവരാണോ ഭക്ഷണം പാചകം ചെയ്യുന്നത്? അതെ. നിനക്കും നിന്റെ മക്കൾക്കും? അതെ. എന്നാ ഒരല്പ സ്വല്പമൊക്കെ അവരിൽ നിന്നുള്ളതാകുന്ന ആ മുറുമുറുപ്പൊക്കെ കേട്ടോ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരാന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു? ആരാ?
കിസ്റയുടെയും കൈസറിന്റെയും കോട്ടകുത്തകങ്ങളെ കിടുകിടാ വിറപ്പിച്ചതാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടങ്ങനെ മൂത്രമൊഴിക്കും. മൂപ്പരെ കണ്ടാല അങ്ങനെ നിൽക്കുന്ന ആള് സ്വന്തം ഭാര്യയെ നിലക്ക് നിർത്താൻ അറിയാൻ മേലാത്തോണ്ടാണോ? അല്ല, സ്ത്രീകളുടെ ഒരു പ്രകൃതമാണ്. അവർ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചെന്നിരിക്കും. ഭർത്താവ് എന്ന നിലയ്ക്ക് നമ്മൾ അതിന്റെ പുറകെ തൂങ്ങാൻ നിന്നാൽ അത് വലിയ ഇഷ്യൂലേക്കായിരിക്കും എന്ന് പറഞ്ഞ് തീരെ താഴ്ന്നു കൊടുക്കാനുമല്ല, മറിച്ച് അവൾ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുമ്പോൾ രണ്ട് കൈയും കൂടെ കൂട്ടിയടിക്കുമ്പോൾ ശബ്ദം ഉണ്ടാവും. നമ്മൾ സ്വല്പം ഒന്ന് മൗനം അവലംബിക്കാം. അങ്ങനെയാണല്ലേ? നമ്മൾ സ്വല്പം ഒന്ന് ശബ്ദം താഴ്ത്തി സംസാരിക്കണം. അല്ലെങ്കിലും എപ്പോഴും മോമിനായ മനുഷ്യൻ ഉയർത്താൻ പാടില്ല. ഭാര്യമാര് പാലിക്കേണ്ട കടമകൾ വേറെയുണ്ട്, അത് വേറെ ഭാഗം. ഞാനിത് പറയുന്നത് ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളമാണ്. ഭാര്യമാര് ചിലപ്പോ നമ്മൾ കൊണ്ടുവന്നതാകുന്ന വസ്തുക്കളെ പ്രണയിക്കുന്ന ഭാര്യമാർ. ഭർത്താവിന്റെ കിറ്റ് നോക്കിയിട്ടല്ല പ്രണയിക്കേണ്ടത് ഭാര്യമാർ. ലുലു മാളിൽ നിന്നാണോ വരുന്നത്? സാധനം എവിടുന്ന പർച്ചേസ് കൊണ്ട് വരുന്നത്? മയൂരി പോയിട്ട് ഫർണിച്ചറുകൾ മുഴുവൻ വാങ്ങിച്ചുകൊണ്ടാണോ വരുന്നത്? എവിടുന്നാ വരുന്നത്? നമ്മുടെ ഭർത്താവ് വരുമ്പോഴത്തേക്ക് അദ്ദേഹം വെറും കൈയോടെയാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ കിറ്റിൻ്റെതാകുന്ന വണ്ണവലിപ്പം നോക്കിയിട്ടല്ല അദ്ദേഹത്തെ സ്നേഹിക്കേണ്ടതും പ്രണയിക്കേണ്ടതും. ഇന്നത്തെ സഹോദരിമാർക്ക് അവിടെയാണ് പഴിച്ചത്. പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇഷ്ടപ്പെടുന്നതാകുന്ന എല്ലാ സംഭവങ്ങളും കൊണ്ടുവരണം. KFC ചിക്കൻ ഡെയിലി കൊണ്ടുവരണം, ഒന്നില്ലെങ്കിൽ കുഴിമന്തി കൊണ്ടുവരണം, അല്ലെങ്കിൽ കിഴി പൊറോട്ട കൊണ്ടുവരണം. എന്തെങ്കിലും ഒന്നും കൊഴാതെ പറ്റൂല. അങ്ങനത്തതാകുന്ന ഭാര്യമാർ ഭർത്താവിന്റെ കയ്യിലുള്ള കിറ്റ് നോക്കിയിട്ട് ഭർത്താവിനെ പ്രണയിക്കുന്ന ഭാര്യമാരാകാൻ പാടില്ല. അങ്ങനെയുള്ള ഭാര്യമാര് ചിലപ്പോ ഒന്നും കൊണ്ടുവരാതെ കൈവീശി വരുന്നത് കാണുമ്പോ ഭർത്താവിന് അന്ന് ജോലിയൊന്നും ഇല്ലായിരുന്നു. വൈകുന്നേര സമയമായപ്പോ പോകുമ്പോഴുള്ള മുഖഭാഗമൊന്നുമല്ല, തിരിച്ചു വരുമ്പോൾ വളരെ വിഷമനായിട്ട് വരുന്നതാകുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് പരുഷമായി സംസാരിക്കുന്ന ഭാര്യമാർ. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തുണി അലക്കുന്ന സന്ദർഭത്തിലും കറി വെക്കുന്ന സന്ദർഭത്തിലും ഒക്കെ ചിലപ്പോ ഇങ്ങനെ പെറുപെറുക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം, അല്ലേ? ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ എന്നിട്ട് എന്താ പറഞ്ഞത് എന്ന് പറഞ്ഞ് നീ കൂടുതലായിട്ട് ചോദിക്കാൻ നിന്നാൽ അത് വലിയ വിഷയത്തിലേക്ക് എത്തിപ്പെടും. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എല്ലാ കുടുംബങ്ങളിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അത് പർവ്വതീകരിക്കാൻ നിൽക്കരുതേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കണ്ടില്ല കേട്ടില്ല എന്ന് കൊടുക്കണം. ചില സ്ഥലങ്ങളിൽ അങ്ങനെ മൗനം അവലംബിക്കലാണ് വലിയ ഖൈറുണ്ടാവുക. അങ്ങനെയാണ്. പിണക്കം ഉണ്ടായാലോ വേഗം തീർക്കണം. സിലു, നിങ്ങൾ വേഗം ചേർക്കണം. അർഹാമക്കും, നിങ്ങളുടെ ബന്ധങ്ങളെ. വലൗ ബിസ്സലാം, ഒരു സലാം പറഞ്ഞിട്ടെങ്കിലും അങ്ങോട്ട് പോകണം. പിണങ്ങി നിൽക്കുന്നവർക്കിടയിൽ ആദ്യം സലാം പറയുന്നവനാണ് സ്വർഗമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആദ്യം സലാം പറയുന്നവൻ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നവനാ സ്വർഗം. അല്ലാതെ അവനിങ്ങോട്ട് വരട്ടെ, അവൻ എന്നേക്കാൾ ഇളയതല്ലേ, ഞാനല്ല അവന്റെ മൂത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ജ്യേഷ്ഠൻ നിലകൊള്ളാൻ പാടില്ല. അനുജനും നിലകൊള്ളാൻ പാടില്ല. ഞാനല്ലേ വലിയ സമ്പന്ന, വലിയ ആള്, വലിയ സംഭവമായിട്ട് നിൽക്കുന്ന ആള്. അങ്ങനെയല്ല. അങ്ങോട്ട് ആദ്യം സലാം പറഞ്ഞുകൊണ്ട് ചെല്ലുന്ന ആരാണോ അവർക്കാണ് ബറക്കത്ത്, അവരാണ് സ്വർഗത്തിന്റെ അവകാശികൾ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിണങ്ങിയാൽ ഭാര്യ വൈകണ്ട, വേഗം ചെല്ലിൻ, ഭർത്താവ് അങ്ങോട്ട് ചെല്ലിൻ. ഒരിക്കൽ ബഹുമാനപ്പെട്ടതായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുകയാണ്. വഹിയ തബ്കീ ബുകാഅൻ ശദീദാ, അതിശക്തമായി കരഞ്ഞുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് കടന്നു വരുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, മാ യുബ്കീകി യാ ഫാത്തിമ, മാ യുബ്കീകി യാ ഫാത്തിമ, ഫാത്തിമ നീ എന്തിനാണ് കരയുന്നത് ഫാത്തിമ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നി ഖദ് ജുഫ്തു ലിഅലിയിൻ നംസി. അല്ലാഹുവിന്റെ റസൂലേ, പ്രിയപ്പെട്ട പിതാവേ, ഇന്നലെ എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭർത്താവാകുന്ന അലിയാർ തങ്ങളുമായ ഒരു ചെറിയ വിഷയത്തിൽ ഞങ്ങൾക്കിടയിൽ പിണക്കമുണ്ടായി പോയി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, എന്നിട്ട് എന്തുണ്ടായി ഫാത്തിമ? പറയണേ ഫാത്തിമ. ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കുകയാണ് ഹബീബായ റസൂലുള്ളാഹി. കാരണം ഒരു പിതാവിനറിയാം 18 വയസ്സല്ലെങ്കിൽ 20 വയസ്സ് വരെ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ പഠിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തി വലുതാക്കി മാന്യമായ നിലയിൽ നല്ല രീതിയിൽ കെട്ടിച്ചേക്കുന്ന ഒരു ഭർത്താവിന്, ഒരു പ്രിയപ്പെട്ടതാകുന്ന പിതാവിന് ഭർത്താവിന്റെ
അടുക്കൽ നിന്ന് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് പീഡനങ്ങൾ ഉണ്ടായെന്നറിഞ്ഞാൽ, എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായെന്നറിഞ്ഞാൽ, അതിലൂടെ എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള ആകാംക്ഷയാണ്, ത്വരാക്ക് സംഭവിച്ചോ എന്നുള്ള ആകാംക്ഷയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, എന്തുണ്ടായി ഫാത്തിമ? പഠിച്ചു വെക്കണേ സഹോദരിമാരെ, പെങ്ങളെ. എന്റെ ഭർത്താവിന് ആനയുണ്ട്, എന്റെ ഭർത്താവ് എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഉപ്പയ്ക്ക് വലിയതാകുന്ന സമ്പത്തുണ്ട്, എന്റെ ഉപ്പയ്ക്ക് ഒരുപാട് കടകളുണ്ട്, എന്റെ ഉപ്പയ്ക്ക് ഒരുപാട് ഏക്കർ കണക്കിന് ഭൂസ്വത്തുണ്ട്, എന്റെ ഉപ്പ ഇതാ പ്രവാസ ലോകത്ത് വലിയതാകുന്ന മാളുകൾ പണിതിട്ട് അതിലൂടെയുള്ളതാകുന്ന വരുമാന സ്രോതസ്സിലൂടെ റാഹത്തായി ഞങ്ങൾ ജീവിതം നയിക്കുന്നവരാണ്. ആ ഉപ്പയ്ക്ക് ഒറ്റ ഓളാണ്. ഞാൻ തിരിച്ചു കയറി ചെന്നാൽ നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് മാത്രമാണ് എന്നൊക്കെ അഹന്ത വെച്ചുകൊണ്ട് ജീവിക്കുന്നതാകുന്ന സഹോദരിമാര്, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഒരു സൗന്ദര്യത്തിൽ കുറവുള്ളവളായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകളാ. വേണമെങ്കിൽ റസൂലുള്ളാഹിയോട് ചെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ അലിയാരി എന്ന് പറയുന്ന കർഷകനെ ഒന്ന് ഒഴിവാക്കി തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റസൂലുള്ള ഒഴിവാക്കി കൊടുക്കുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ അതിനേക്കാൾ സുന്ദരനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അടക്കമുള്ളതാകുന്ന സ്വഹാബത്ത് കിറാമിനെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് ആ രീതിയിൽ പോകാൻ തന്റെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ കരുതിയിട്ടില്ല. കാരണം ഇത് റസൂലുള്ളാഹിയുടെ ശരീരത്തിന്റെ കഷ്ടമാണ്. ഫാത്തിമ ബലാത്തും മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പ്രകാശത്തിന്റെ മേൽ പ്രകാശമായ മുത്തുനബിയുടെ ശരീരത്തിൽ നിന്ന് കടന്നു വന്നതാകുന്ന പ്രിയപ്പെട്ട പൊന്നുമോട് ആ നൂറാനിയത്തിന്റെ പ്രഭ കാണിക്കാതിരിക്കുമോ? അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, റസൂലേ, എന്റെ ഭർത്താവ് എന്നോട് പിണക്കം വെച്ചപ്പോൾ എന്റെ ഭർത്താവിരിക്കുന്ന കസേരയ്ക്ക് ചുറ്റുവട്ടം 72 പ്രാവശ്യം ഞാൻ വലയം ചെയ്തു റസൂലേ, 72 പ്രാവശ്യം ഞാൻ വലയം ചെയ്തു റസൂലേ. വഖുൽതു, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, ഇർലാനി യാ ഹബീബി, ഇർലാനി യാ ഹബീബി, എന്റെ ഭർത്താവേ നിങ്ങൾ പൊരുത്തപ്പെടണേ പ്രിയതമാ, പൊരുത്തപ്പെടണേ, പൊരുത്തപ്പെടണേ. അറിയാതെ സംഭവിച്ചു പോയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ കൊണ്ട് പൊരുത്തപ്പെടിക്കാൻ ശ്രമിച്ചുവെന്ന് ആയി ബഹുമാനപ്പെട്ടതാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, എന്നിട്ടോ ഫാത്തിമ എന്തുണ്ടായി? പറയൂ ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫളഹിക ഫറദിയ, എന്റെ ഭർത്താവിരിക്കുന്നതാകുന്ന കസേരയ്ക്ക് ചുറ്റുവട്ടം 72 പ്രാവശ്യം, ഒന്നല്ല 10 അല്ല, 72 പ്രാവശ്യം ഭർത്താവിരിക്കുന്ന കസേരയ്ക്ക് ചുറ്റും ഞാൻ തവാഫ് ചെയ്ത് അദ്ദേഹത്തെ വലയം ചെയ്തിട്ട് പൊരുത്തപ്പെടണേ പ്രിയതമാ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞപ്പോഴാണ് അദ്ദേഹം എനിക്ക് പൊരുത്തപ്പെട്ടതെന്നത്, അദ്ദേഹം എനിക്ക് പൊരുത്തപ്പെട്ടതെന്നത്, അദ്ദേഹം എന്നെ നോക്കി പുഞ്ചിരിച്ചത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാകുന്ന വാക്യം ഒന്ന് പഠിച്ചു വെക്കണേ ഉമ്മമാരെ, പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരെ. വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച് കുറഞ്ഞ ദിവസം കൊണ്ട് ഭർത്താവിന്റെ അടുക്കൽ നിന്ന് ഒളിച്ചോടാൻ തയ്യാറായി നിൽക്കുന്ന പെങ്ങൾമാര്, കാല് പ്രസവിച്ചതാകുന്ന സഹോദരിമാരടക്കം കരുനാഗപ്പള്ളിയിൽ നിന്ന് അന്യമതത്തിൽപ്പെട്ടവരോടൊപ്പം മുസ്ലിം സമുദായത്തിൽപ്പെട്ട അവർ കന്യരാകുന്ന ചെറുപ്പക്കാരുമായി ഒളിച്ചോടിപ്പോയ സഹോദരിമാരില്ലോ, പഠിച്ചു വെക്കണേ പെങ്ങളെ. സ്വന്തം ഭർത്താവിന്റെ സൗന്ദര്യം ചുക്കിച്ചുളഞ്ഞപ്പോ മറ്റുള്ള കാമുകന്മാരുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തിക്കൊണ്ട് ഒളിച്ചോടാൻ തയ്യാറെടുക്കുന്ന സഹോദരിമാരെ, പഠിച്ചു വെക്കണേ. ഫാത്തിമ ബീവി ആരാണ്? എന്തുകൊണ്ടാണ് ഫാത്തിമ ബീവിക്ക് സ്വർഗ്ഗം അല്ലാഹു നൽകിയത്? സംശുദ്ധമായ ജീവിതം നയിച്ചതുകൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മകളെന്ന് പറഞ്ഞിട്ട് ബഹുമാൻ മഹദി അവർക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ സമുന്നതമായ പദവി അല്ലാഹു നൽകുന്നില്ല. സ്വർഗ്ഗത്തിൻ്റെതാകുന്ന കവാടത്തിൽ കാത്തു നിൽക്കുന്ന 4 ഹൂർലിങ്ങളുണ്ടത്രേ, 4 സ്ത്രീകളുണ്ടത്രേ. ആ സ്വർഗീയ സ്ത്രീകളിൽ പെട്ട മകളെയാണ് ബീവി ഫാത്തിമ. പഠിച്ചു വെക്കണേ സഹോദരിമാരെ, പഠിച്ചു വെക്കണേ. എന്തുകൊണ്ടാണ് അത്രയേറെ സംശുദ്ധത അല്ലാഹു കൈവരിക്കാൻ സാധിച്ചത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകളായതുകൊണ്ട് മാത്രമല്ല, ആ പ്രിയപ്പെട്ട പിതാവിന്റെ ജീവിതം ഒപ്പിയെടുക്കുകയായിരുന്നു, പരിപൂർണമായി ഇത്തിബാഅ് ചെയ്യുകയായിരുന്നു. കേവലം ഒരു പറച്ചിൽ
നിന്റെ വാപ്പയെയും നിന്റെ ഉമ്മയെ മാതൃകയാക്കിയിട്ടാണ് വർഷങ്ങൾ 40-50 കഴിഞ്ഞില്ലയോ ഈ കരുനാഗപ്പള്ളിയിലെ ഒരു കടയിൽ കമ്പോളത്തിലും ഒരു ബീച്ച് റോഡുകളിലും അവർ കറങ്ങി നടന്നിട്ടില്ല. എത്ര സംശുദ്ധമായ ജീവിതമാണ് ജീവിക്കുന്ന ഓരോ രക്ഷകർത്താക്കളും നമുക്ക് സമ്മാനിച്ചത്. അവരെ പറയിപ്പിക്കാൻ ഇന്ന് ക്യാമ്പസുകൾ പ്രണയിച്ച് നടക്കുന്നു, അവരെ പറയിപ്പിക്കാൻ ബീച്ച് റോഡുകൾ പ്രണയിച്ച് നടക്കുന്നു, അവരെ പറയിപ്പിച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡുകളും റോഡുകളിലും ഇരുന്നുകൊണ്ട് പരസ്യമായി ചുംബനങ്ങളിൽ ഏർപ്പെടുന്ന മുസ്ലിം സഹോദരന്മാർ അല്ലാഹുവിന്റെ കോടതിയിൽ ഹിസാബിനെ ഭയക്കാത്തവരല്ലയോ? എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് ഒരു ദാമ്പത്യ ജീവിതം നിങ്ങൾക്കുണ്ടാകുമ്പോ അത് തകരാതിരിക്കുന്നത് എങ്ങനെയാണ്? വൈവാഹിക ജീവിതത്തിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾ കാണിക്കുന്ന സമൂഹമല്ലയോ? നബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മകളാകുന്ന ഫാത്തിമ ബീവി ഈ വർത്തമാനം പറഞ്ഞപ്പോ ഭർത്താവ് പൊരുത്തപ്പെട്ട റസൂലേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചേർത്ത് പിടിക്കുകയാണ്, കാതിൽ പറയുകയാണ് റസൂലുള്ളാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫാത്തിമ ഫവല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലൗ മിത്യാ ഫാത്തിമ ഇന്നലെ എങ്ങാനും നീ മരിച്ചിരുന്നുവെങ്കിൽ നിന്റെ ഭർത്താവുമായിട്ട് പിണങ്ങിക്കഴിഞ്ഞിരുന്ന വേളയിൽ ഇന്നലത്തതാകുന്ന വൈകുന്നേരത്തിൽ നിന്റെ പ്രിയപ്പെട്ടതാകുന്നതാകുന്ന ഭർത്താവുമായി നീ പിണക്കം വെച്ചതാകുന്ന സമയത്തെങ്ങാനും നീ മരിച്ചിരുന്നുവെങ്കിൽ നിന്റെ മേലെ മുഹമ്മദ് മയ്യത്ത് നിസ്കരിക്കില്ലായിരുന്നുവെന്ന് ഹബീബായ റസൂലുള്ളാഹി. ആരാണ് പറയുന്നത് പെങ്ങളെ? ആരാണ് പറയുന്നത് സഹോദരിമാരെ? പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. ഒരു വേള പ്രവാചകനാണ് പറഞ്ഞത്, ഇതെന്റെ കരളിന്റെ കഷ്ടമാണ്, ഇതെന്റെ ഹൃദയത്തിന്റെ തുടിപ്പാണ്, ഇതെന്റെ ജീവിതത്തിന്റെ അഭിലാഷമാണ്. എന്തെല്ലാം പറയാമോ? കടന്നു വരുമ്പോൾ എഴുന്നേറ്റുകൊണ്ട് താനിരിക്കുന്ന കസേരയിൽ കൈമുത്തി പിടിച്ചിരുത്തിയിരുന്ന റസൂൽ തന്റെ പ്രിയപ്പെട്ട മകളുടെ കാതിൽ പറയുകയാണ്, ഫവല്ലാഹി ലൗ മിത്യാ ഫാത്തിമ ഫിൽ ലൈലത്തിൽ ബാരിഹ. ഇന്നലത്തെ വൈകുന്നേരമെങ്ങാനും നിന്റെ ഭർത്താവാകുന്ന കർഷകനായ പാവപ്പെട്ടവനാകുന്ന അനുയാര്യമായിട്ട് പിണങ്ങി കഴിഞ്ഞിരുന്ന വേളയിലെങ്ങാനും നീ മരിച്ചിരുന്നെങ്കിൽ നിന്റെ മേലെ മുഹമ്മദ് മയ്യത്ത് നിസ്കരിക്കില്ലായിരുന്നുവെന്ന് ഹബീബായ റസൂലുള്ളാഹി. അത്രമേൽ ഗൗരവമുള്ള കാര്യമാണ്. എന്നിട്ട് റസൂലുള്ള ലോകത്തോട് പറയുകയാണ്, ഫാത്തിമയെ സാക്ഷി നിർത്തി പഠിച്ചു വെക്കണേ. കരുനാഗപ്പള്ളിയിലുള്ള ഓരോ ഉമ്മമാരുടെയും ഓരോ സഹോദരിമാരുടെയും ഹൃദയാന്തരങ്ങളിൽ വരിഷ്ഠമായ ബിന്ദുക്കളെ കൊണ്ട് താഴേറിക്കേണ്ട വാക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫാത്തിമ പഠിച്ചു വെക്കണേ. എന്തുകൊണ്ടാണ് നിന്റെ മയ്യത്ത് നിസ്കരിക്കില്ല എന്ന് പറയാൻ കാരണം, അലാ സൗജി വസുഖത്തല്ലാഹി അലാ സുഖത്തി സൗജി. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ, ഈ ലോകത്തിന്റെ പരിപാലകനായ സർവേശ്വരനായ, ഈ ലോകത്തിന്റെ സർവാധിപതിയായ, ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ അല്ലാഹു എന്ന ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പിന്റെ സംതൃപ്തി ആർക്കെന്നറിയുമോ പെങ്ങളെ? ഭർത്താവിന്റെ സംതൃപ്തി ഉള്ളവർക്കാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. വസുഖത്തല്ലാഹി അലാ സുഖത്തി സൗജി. അല്ലാഹു എന്ന ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പിന്റെ കോപം ആർക്കെന്നറിയുമോ? സ്വന്തം ഭർത്താവ് ആരുടെ മേലാണോ കോപിച്ചത് ആ പെണ്ണിന്റെ മേലാണ് അല്ലാഹുവിന്റെ കോപമുണ്ടാവുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് ഭർത്താവ് പിണങ്ങിയോ ഭാര്യ പിണങ്ങിയോ അതല്ല വിഷയം, എത്രയും പെട്ടെന്ന് പോയി പൊരുത്തപ്പെടിക്കണേ. ആരാണോ ആദ്യം കടന്നു ചെന്നുകൊണ്ട് സലാം പറയുന്നത് അവന് സ്വർഗം പുൽകിപ്പോയെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സ്ഥാനാർത്ഥികളോട് മഹേഷുണ്ടോ? ഇല്ല, വന്നില്ല. വന്നിട്ട് പോയി. ഇന്നലെ വരാം. ഓക്കെ. എപ്പം നിർത്താൻ കേട്ടോ?
രാശകോട്ട കഴിഞ്ഞാലേ എല്ലാം കഴിഞ്ഞു. അപ്പൊ അത് ശ്രദ്ധിക്കുക. ചെറിയ കാര്യമല്ല, നിസ്സാര വിഷയമല്ല, ഗൗരവമുള്ള വിഷയമാണ്. ഞാനിത് പറഞ്ഞപ്പോൾ ഈ ചരിത്രങ്ങൾ പറഞ്ഞു പോയതാണ്, മറ്റൊന്നുകൊണ്ടല്ല. വൈവാഹിക ജീവിതം അത്രമേൽ പ്രധാനമാണ്, ഗൗരവമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതാണ്, ഗൗരവമായി കണക്കാക്കേണ്ടതാണ്. വളരെ സംശുദ്ധ നമ്മുടെ ജീവിതത്തിൽ വരുത്തണം, തീർച്ചയായിട്ടും വരുത്തണം. നിസ്സാര കാര്യമല്ല. തങ്ങളെ കുറിച്ച് അതുകൊണ്ടല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം എന്താണ് എന്ന് മരണപ്പെട്ടതിന് ശേഷം, വഫാത്തായതിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, സ്വന്തം ഭർത്താവിനെ കുറിച്ച് ഒരു ഭാര്യ പറയുന്ന വാക്കാണ്, കാന ഖുലുഖുഹു അൽ ഖുർആൻ. എന്റെ ഭർത്താവിന്റെ സ്വഭാവം അത് ഖുർആനാണ്, ഖുർആനാണ്. വെറുതെ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നാൽ പോരാ, ഖുർആനിന്റെ ജീവിതം ജനങ്ങൾക്ക് കാണിക്കണം. ആചാര്യൻ ഭയങ്കര ഖുർആനോത്ത്, ഭയങ്കര നിസ്കാരം, നെറ്റിയിൽ ഭയങ്കര തഴമ്പൊക്കെ ഉണ്ട്. പെണ്ണുങ്ങൾ എവിടെയാണ്? പെണ്ണുങ്ങളായിട്ട് തലാക്കായി ഉസ്താദേ, റാഹത്താണ്, ഒറ്റയ്ക്കാ ജീവിക്കുന്നത്. പോയില്ലേ? പെണ്ണുങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവരുടെ കാര്യങ്ങൾ നോക്കുന്നില്ല, സ്വന്തം കാര്യം മാത്രം സിന്ദാബാദ്. ഈ ലോകത്തെ ഏറ്റവും വലിയ കുറ്റവാളി ആരെന്നറിയുമോ? അറിയോ നിങ്ങൾക്ക്? ആരാ? റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്, കഫാ ബിൽ മർഇ ഇസ്മൻ അയ്യുളയ്യ മയ്യഖൂത്. ചെലവ് കൊടുക്കേണ്ടവർക്ക് ചെലവ് കൊടുക്കാതെ സ്വന്തം മാതാപിതാക്കളെയും ഭാര്യയും കുടുംബത്തെയും പട്ടിണിക്കിടുന്നതാകുന്ന ആളാണ് ലോകത്തെ ഏറ്റവും വലിയ കുറ്റവാളി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പഠിക്കണം ഈ ഉമ്മത്ത്, ഈ സമുദായം മനസ്സിലാക്കണം. എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദര സമുദായത്തിലുള്ളതാകുന്ന സുഹൃത്ത് വലയങ്ങൾ പഠിച്ചു വെച്ചോ, വിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശമാണിത്. ഇന്ന് സ്വന്തം മക്കളെ നോക്കാനില്ല, അമ്മത്തൊട്ടിലുകൾ അധികരിക്കുകയാണ്. മാതാപിതാക്കൾ ഇല്ലാതെ വരുമ്പോ ഇതാ റോഡലുകൾ പ്രസവിക്കപ്പെട്ടതാകുന്ന കുട്ടികളെ കൊണ്ടുപോയി ശുശ്രൂഷിക്കുന്നതാകുന്ന സ്ഥലങ്ങൾ അധികരിച്ചു വരികയാണ്, അമ്മത്തൊട്ടിൽ അധികരിച്ചു. എന്താണ് സമൂഹത്തിന്റെ അവസ്ഥ? മാതാപിതാക്കൾ അവരെ നോക്കാൻ ആളില്ല, അവരെ നോക്കുന്നില്ല, അവർക്ക് വേണ്ടുന്നതാകുന്ന ശുശ്രൂഷകൾ കൊടുക്കുന്നില്ല, അവരെ കൊണ്ടുപോയി ഇടാൻ വേണ്ടി വൃദ്ധസദനങ്ങൾ അധികരിച്ചു. ഇതാണ് കാലഘട്ടം. സമ്പത്ത് കൂടുമ്പോഴുള്ള അവസ്ഥ ഇതാണ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങൾ ചേർക്കട്ടെ.